നമസ്കാരം. കേരളത്തിലെ ക്യാമ്പസുകളെ അക്രമ രാഷ്ട്രീയത്തിന്റെയും കള്ള സർട്ടിഫിക്കറ്റ് മാഫിയകളുടെയും താവളമാക്കി മാറ്റിയ മുൻ എസ്.എഫ്.ഐ നേതാവും വ്യാജ ഒപ്പും സീലുമുണ്ടാക്കി അധ്യാപക ജോലി തട്ടിയെടുക്കാൻ നോക്കിയ കേസ് പ്രതിയും ഒടുവിൽ ഒന്നാകുകയാണ്. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും എസ്.എഫ്.ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ PM ആർഷോയും മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ചമച്ച കേസിൽ ജയിൽവാസം അനുഷ്ഠിച്ച K വിദ്യയും ജൂൺ 1 തിങ്കളാഴ്ച കാസർഗോഡ് തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വിവാഹിതരാകുന്നു. കേവലം ഒരു വിവാഹ വാർത്ത എന്നതിനപ്പുറം രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും വളർന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നാകുമ്പോൾ അത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ ജീർണതയുടെ അടയാളമായി മാറുകയാണ്. ഒരു വശത്ത് സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുകയും VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തിട്ടും മുൻ LDF ഭരണകാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾക്ക് ലഭിച്ച വഴിവിട്ട സ്വാധീനമാണ് ഇവരെ ഇപ്പോഴും പല നിയമ നടപടികളിൽ നിന്നും പൂർണ്ണമായും വഴുതിമാറാൻ സഹായിക്കുന്നത്. അർഹതപ്പെട്ട 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾ PSC റാങ്ക് ലിസ്റ്റിലും അല്ലാതെയും ജോലിയില്ലാതെ തെരുവിലലയുമ്പോൾ പാർട്ടി തണലിൽ വ്യാജരേഖയുണ്ടാക്കി സർക്കാർ ശമ്പളം പറ്റാൻ നോക്കിയവരും പരീക്ഷ എഴുതാതെ ജയിച്ചവരും യാതൊരു കുറ്റബോധവുമില്ലാതെ പൊതുസമൂഹത്തിന് മുന്നിൽ വിഹരിക്കുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും PSC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ് സ്വന്തം ആളുകൾക്ക് തട്ടിപ്പ് നടത്താൻ മുൻകാലങ്ങളിൽ തീറെഴുതി കൊടുത്തിരുന്നത് എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് K വിദ്യ. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിനിയായ വിദ്യ കാലടി സംസ്കൃത സർവകലാശാലയിൽ PhD ചെയ്യുന്നതിൻ്റെ മറവിലാണ് കേരളത്തെ ഞെട്ടിച്ച വ്യാജരേഖ തട്ടിപ്പ് നടത്തിയത്. അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടെയുള്ള ഉന്നത കലാലയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർ തസ്തികയിലേക്ക് ജോലി നേടുന്നതിനായി വിദ്യ പ്രയോഗിച്ച തന്ത്രം ഏതൊരു കള്ളനെയും തോൽപ്പിക്കുന്നതായിരുന്നു. പ്രമുഖ കലാലയമായ എറണാകുളം മഹാരാജാസ് കോളേജിൽ താൻ മുൻപ് പഠിച്ചിരുന്നു എന്ന വ്യാജേന അവിടുത്തെ മലയാളം വിഭാഗത്തിന്റെ സീലും ഒപ്പും വ്യാജമായി നിർമ്മിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയായിരുന്നു വിദ്യ. ഈ തട്ടിപ്പ് പുറത്തു വന്നതോടെ നാണക്കേടിലായത് കേരളത്തിലെ അക്കാദമിക് സമൂഹം തന്നെയാണ്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ നാടകീയമായ ഒളിവിൽ പോയ വിദ്യയെ സംരക്ഷിക്കാൻ മുൻ ഭരണകൂടവും പോലീസും ഒത്തുകളിച്ചതും നാട് കണ്ടതാണ്. അക്കാലത്ത് ജനരോഷം ശക്തമായപ്പോൾ മാത്രമാണ് വിദ്യയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത് പോലും. സാധാരണക്കാരനായ ഒരു ഉദ്യോഗാർത്ഥിയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എങ്കിൽ ഇന്ന് ജാമ്യം പോലും കിട്ടാതെ ജയിലഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ പാർട്ടിക്കൊടിയുടെ തണലുള്ളത് കൊണ്ട് മാത്രം ഇവർ നിയമത്തിന്റെ കൈകളിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെടുകയായിരുന്നു. വിവാഹത്തിനൊരുങ്ങുന്ന മണവാളൻ PM ആർഷോയുടെ ട്രാക്ക് റെക്കോർഡും ഒട്ടും മോശമല്ല. പരീക്ഷ എഴുതാതെ തന്നെ പരീക്ഷ ജയിച്ച അത്ഭുത പ്രതിഭാസമെന്നാണ് കേരളത്തിലെ സമൂഹം ആർഷോയെ വിശേഷിപ്പിക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ ആർക്കിയോളജി ഇന്റഗ്രേറ്റ് കോഴ്സ് വിദ്യാർത്ഥിയായിരുന്ന ആർഷോ ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിടുന്നതിനും കേസ് ഡയറികളിൽ ഇടം പിടിക്കുന്നതിനുമാണ് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഹാജരില്ലാത്തതിൻ്റെയും പരീക്ഷ എഴുതാത്തതിൻ്റെയും പേരിൽ ആർഷോ നിരന്തരം പ്രതിക്കൂട്ടിലായപ്പോൾ അത് സോഫ്റ്റ്വെയറിന്റെ തകരാറാണെന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാനാണ് പാർട്ടി അടിമകളായ കോളേജ് അധികൃതർ ശ്രമിച്ചത്. പഠിക്കാനല്ല, ക്യാമ്പസുകളിൽ ഗുണ്ടായിസം കാണിക്കാനും അഴിമതി നടത്താനുമാണ് ഇത്തരം നേതാക്കൾ കോളേജുകളിൽ വലിഞ്ഞു കയറുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു ആർഷോയുടെ ജീവിതം. മകൻ ദീർഘനാളായി കോളേജിൽ എത്താത്തതിനെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പലിന് ആർഷോയുടെ പിതാവിന് കാരണം കാണിക്കൽ നോട്ടീസ് വരെ അയക്കേണ്ടി വന്നു. ഒടുവിൽ നാണക്കേട് മറയ്ക്കാൻ 6ാം സെമസ്റ്ററിന് ശേഷം എക്സിറ്റ് ഓപ്ഷൻ എടുത്താണ് ആർഷോ കോളേജിൽ നിന്നും പടിയിറങ്ങിയത്. എന്നിട്ടും പാർട്ടി നൽകിയ പ്രതിഫലം എന്തായിരുന്നു? യാതൊരു യോഗ്യതയുമില്ലാത്ത ഈ നേതാവിനെ CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഇത് ജനാധിപത്യ വ്യവസ്ഥയോടും അർഹതപ്പെട്ട യുവതലമുറയോടുമുള്ള വെല്ലുവിളിയല്ലാതെ മറ്റെന്തായിരുന്നു? ക്യാമ്പസ് കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് അവിശുദ്ധ കൂട്ടുകെട്ടാണ് ആർഷോയും വിദ്യയും പരസ്പരം അടുപ്പിച്ചത്. വിദ്യ വ്യാജരേഖ കേസിൽ അകപ്പെട്ടപ്പോൾ അന്ന് SFI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ആർഷോയാണ് വിദ്യയെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നത്. പാർട്ടിക്ക് വേണ്ടി എന്ത് അഴിമതിയും ക്രിമിനൽ പ്രവർത്തനവും നടത്തിയാലും പാർട്ടി കൂടെ ഉണ്ടാകുമെന്ന കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യമാണ് ഈ പ്രണയത്തിന്റെ ഇന്ധനം. ഒരാൾ പരീക്ഷ എഴുതാതെ ജയിക്കാൻ നോക്കുന്നു, മറ്റൊരാൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി തട്ടാൻ നോക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള കെട്ടുറപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടിപ്പ് നയങ്ങളുടേത് തന്നെയാണ്. PSC ഉദ്യോഗാർത്ഥികൾ തെരുവിൽ തലമുണ്ടനം ചെയ്ത് മുട്ടിലെഴിഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഇത്തരം തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയും അവർക്ക് ഉന്നത പദവികൾ നൽകി ആദരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ നിലപാടിന്റെ ഉദാഹരണമാണ് ഈ വിവാഹം നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കറപുരണ്ടതാക്കിയ രണ്ട് വിവാദ നായകർ ജൂൺ 1 തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഒന്നാകുമ്പോൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഇതൊരു കൺതുറപ്പാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളെയും ജനാധിപത്യ വിശ്വാസികളെയും ഒരേ സമയം വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ വിവാഹ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PM ആർഷോയും K വിദ്യയും ഒന്നാകുമ്പോൾ അത് കേവലം രണ്ട് വ്യക്തികളുടെ കുടുംബജീവിതത്തിന്റെ തുടക്കമല്ല.
മറിച്ച് വർഷങ്ങളായി കേരളത്തിലെ ക്യാമ്പസുകളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെയും മറവിൽ നടന്നുവന്ന വലിയൊരു തട്ടിപ്പ് ശൃംഖലയുടെ പരസ്യമായ വിളംബരം തന്നെയാണ്. യോഗ്യതയുള്ള പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ ഇടപിടിച്ചിട്ടും നിയമനം ലഭിക്കാതെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പ്രായമായ മാതാപിതാക്കളെയും കൂട്ടി തെരുവിൽ കരയുമ്പോൾ വ്യാജരേഖയുണ്ടാക്കിയ ക്രിമിനലുകൾക്ക് പാർട്ടി വേദിയിലും സമൂഹത്തിലും ചുവപ്പ് പരവതാനി വിരിക്കുന്ന കാഴ്ചയാണ് നാട് കാണുന്നത്. ഇത് കേവലം രാഷ്ട്രീയ ജീർണതയല്ല, അത്യന്തം അപകടകരമായ ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എക്കാലവും ഉയർത്തിപ്പിടിക്കാറുള്ള വർഗസ്നേഹവും മാനവികതയും സ്വന്തം അണികളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാനുള്ള കവചം മാത്രമാണെന്ന് ഈ സംഭവത്തോടെ ഒരിക്കൽ കൂടി അടിവരയിടുകയാണ്. പരീക്ഷ എഴുതാതെ ജയിക്കുന്ന നേതാവും കള്ളയൊപ്പും വ്യാജ സീലും ഉണ്ടാക്കി കോളേജുകളിൽ ജോലി തട്ടാൻ നോക്കുന്ന പ്രവർത്തകയും തമ്മിൽ പ്രണയത്തിലായതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. കാരണം അധ്വാനിക്കാതെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയും എങ്ങനെ അധികാരവും പണവും സ്വന്തമാക്കാമെന്ന കമ്മ്യൂണിസ്റ്റ് കുറുക്കുവഴിയാണ് ഇവരെ പരസ്പരം കോർത്തിണക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ഒരു ചെറിയ ആവശ്യത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിറങ്ങി ചെരുപ്പ് തേയുമ്പോൾ ഈ പാർട്ടി പ്രമുഖർക്ക് നിയമത്തിന്റെ എല്ലാ കോട്ടകളും തകർത്ത് വിഹരിക്കാൻ മുൻകാലങ്ങളിൽ പരസ്യമായ പിന്തുണയാണ് ലഭിച്ചത്. ഭരണമാറ്റങ്ങൾ വന്നിട്ടും ഇവരുടെ അഹങ്കാരത്തിന് കുറവില്ലാത്തത് തങ്ങൾ എന്ത് ചെയ്താലും സംരക്ഷിക്കാൻ ഇവിടെ പാർട്ടി കോട്ടകളുണ്ടെന്ന അമിതമായ വിശ്വാസം കൊണ്ട് തന്നെയാണ്. ആത്മവിശ്വാസം എന്ന് തന്നെ പറയാം. ക്യാമ്പസുകളെ ഗുണ്ടായിസത്തിന്റെയും സർട്ടിഫിക്കറ്റ് നിർമ്മാണ ശാലകളുടെയും താവളമാക്കാൻ നേതൃത്വം നൽകിയവരാണ് ഈ പാർട്ടി ദമ്പതികൾ. പഠിക്കാൻ കഴിവുണ്ടായിട്ടും പാർട്ടി രാഷ്ട്രീയത്തിന്റെ അക്രമം ഭയന്ന് കലാലയങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന എത്രയോ മിടുക്കരായ വിദ്യാർത്ഥികൾ ഈ നാട്ടിലുണ്ട്. രാഷ്ട്രീയ തണലിൽ ക്രിമിനലുകൾക്കും തട്ടിപ്പുകാർക്കും എങ്ങനെ സുരക്ഷിതമായി ജീവിക്കാമെന്നതിന്റെ പരസ്യമായ വിളംബരമാണ് ഈ വിവാഹം. കമ്മ്യൂണിസ്റ്റ് ലേബൽ ഒട്ടിച്ചാൽ ഏത് തട്ടിപ്പും ഇവിടെ പുഷ്പം പോലെ സാധിച്ചെടുക്കാമെന്ന ധാർഷ്ട്യമാണ് ഈ കല്യാണപ്പന്തലിലും ചിരിച്ചു നിൽക്കാൻ പോകുന്നത്. അധ്വാനിച്ച് പഠിക്കുന്നവന്റെ നെഞ്ചത്തോട്ടിടിച്ച് സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന ഈ പാർട്ടി കോട്ടകളിൽ യോഗ്യതയല്ല, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള ഉളുപ്പില്ലായ്മയാണ് വിപ്ലവ വീര്യത്തിന്റെ അളവുകോൽ. പഠിക്കാൻ പോയ കോളേജിൽ നിന്ന് അച്ഛന് നോട്ടീസ് അയച്ച് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നവനും സ്വന്തം ക്യാമ്പസിന്റെ പേരിൽ തന്നെ കള്ളസീലും ഒപ്പുമുണ്ടാക്കി ജോലി തട്ടാൻ നോക്കിയവളും ഒന്നിച്ച് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടക്കുമ്പോൾ അവിടെ പേനയും മഷിയും വരെ നാണിച്ചു പോകും. ഒന്നാം തരം തട്ടിപ്പും വെട്ടിപ്പും വിപ്ലവത്തിന്റെ ലേബൽ ഒട്ടിച്ച് നടത്തുന്ന ഇത്തരക്കാരാണ് കേരളത്തിലെ യുവതലമുറയ്ക്ക് മാതൃകയെന്ന് ചുവപ്പ് തുണിയും വീശി നടക്കുന്ന അന്തംകമ്മികളുടെ തൊലിക്കെട്ടി സമ്മതിച്ചു കൊടുക്കണം. പരീക്ഷ എഴുതാതെ തന്നെ ജയിച്ചു കയറുന്ന അത്ഭുത പ്രതിഭാസവും മറുവശത്ത് പ്രമുഖ കലാലയങ്ങളുടെ പേരിൽ കള്ള ഒപ്പും വ്യാജസീലും ഉണ്ടാക്കി ശമ്പളം തട്ടാൻ നോക്കിയ വിരുദ്ധയും ഒത്തുചേരുമ്പോൾ ഇതൊരു ഒന്നാം തരം കള്ള കൂട്ടുകെട്ടായി മാറുകയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ സഹപ്രവർത്തകർക്ക് അച്ഛനില്ലാത്ത കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുമെന്ന അവകാശവാദവുമായി ആർഷോ തെരുവിലിറങ്ങില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.